കില്ലാടികള് നമ്മുടെ ആക്ടർ വിനായകൻ, അതായത് നമ്മുടെ ജയിലറിലെ വർമ്മ, പുള്ളിക്കാരനെ എന്താ വിഷയമുള്ള ജയിലറിലാണ് ജയിലറിലാണ് ലാസ്റ്റ് പുള്ളിക്കാരൻ സിനിമ കണ്ടത്. പക്ഷേ ലാസ്റ്റ് സിനിമ ജയിലറാണ് പുള്ളിക്കാരനെ കണ്ടത്. അപ്പൊ എന്താ വെച്ചാൽ അതിൽ ഭയങ്കരമായ രീതിയിൽ വ്യത്യസ്തമായ ഒരു വേഷം കാഴ്ചവെച്ചൊരു വ്യക്തിയായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് പറ്റിയൊരു വില്ലൻ എന്ന രീതിയിലൊക്കെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ അഭിനയിച്ചു. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ പുള്ളിക്കാരൻ സിനിമ കണ്ടതിലാണ് ചോട്ട മുംബൈ ചോട്ട മുംബൈ പറഞ്ഞാൽ അത് പഴയ സിനിമയിലാണ് റിലീസ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത്. ബട്ട് അതിനിടയ്ക്ക് ഞാൻ പുള്ളിക്കാരൻ ഇങ്ങനെ കാണും, എങ്ങനെ ചോദിച്ചെങ്കിൽ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കാണും. പുള്ളിക്കാരൻ ഓരോ ഈ ഇടയ്ക്ക് ഞാൻ എന്താ കണ്ടത്, ഹൈദരാബാദ് ഗോവയിൽ അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പ്രശ്നം ഉണ്ടാക്കി, റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറെ ന്യൂസ് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ നമ്മൾ കാണുന്നത്, നടൻ വിനായകന്റെ. അപ്പൊ ഞാൻ ഇന്നാൾ കൂടി നമ്മുടെ സഖാവ് VS മരണം പറഞ്ഞു. അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പുള്ളിക്കാരൻ നമ്മളൊരു വീഡിയോ കണ്ടു. പുള്ളിക്കാരൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മറ്റേ എല്ലാ നാട്ടിലും VS മരിച്ച സമയത്ത് ഇല്ലാടല്ല ഫ്ലെക്സും കാര്യങ്ങളും വെച്ചു, അനുശോചനം കൊണ്ട് കുറെ എല്ലാവരും പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലാടല്ല. പിന്നെ അത് പൊതു അവധിയായിരുന്നു. എന്താ വെച്ചാൽ അത്രയ്ക്ക് വലിയൊരു മഹത് വ്യക്തിയായിരുന്നു VS ഇല്ലാടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഏക എന്താ വെച്ചാൽ നമുക്ക് എടുത്തു പറയത്തക്ക പുള്ളിക്കാരാണ് അദ്ദേഹം. അപ്പൊ നമ്മൾ വിനായകെങ്കിലുള്ള അനുശോചനത്തിലൊക്കെ നമ്മൾ പങ്കെടുത്തൊരു വിനായകൻ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടു. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇല്ലല്ല വിനായകൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അപ്പൊ പുള്ളിക്കാരനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെതിരെ പുള്ളിക്കാരനെ പരാതി വന്നിരിക്കുകയാണ്. പരാതി പറഞ്ഞാൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട്. അപ്പൊ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ വെക്കാട്ടെ. ഏകദേശം ജസ്റ്റ് ഒരു പുള്ളിക്കാരന്റെ വിനായകൻ നായനെ ഇങ്ങനെ കഴുത്തി പിടിച്ചിട്ട് ക്യാപ്ഷനാണ് ഇല്ലാട്ടുള്ള മെയിനായിട്ട് തെറ്റ് പറ്റിയത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിലാണ് ക്യാപ്ഷനാണ് പോയത്. ഞാൻ വായിക്കാം. എന്റെ തന്തയും ചത്തു, സഖാവ് VSും ചത്തു, ഗാന്ധിജിയും ചത്തു, നെഹ്റുവും ചത്തു, ഇന്ദിരയും ചത്തു, രാജീവും ചത്തു, കരുണാകരനും ചത്തു, ഹൈബിയുടെ തന്ത ജോർജ് ഈഡനും ചത്തു, നിന്റെ അമ്മയുടെ നായർ ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു, ചത്തു 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 ഇതിലുള്ള ചത്തു അത്ര തന്നെ ചത്തു 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 ചത്തു. ഇതാണ് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിങ്ങൾ കണ്ടല്ലോ, എന്താ സംഭവം എന്നറിയില്ല. പുള്ളിക്കാരെ എന്ത് കണ്ടിട്ട് ഇട്ടാന്ന് അറിയില്ല. ഇല്ലല്ലോ പെട്ടെന്ന് പുള്ളിക്കാരെ ഇട്ടു. അപ്പൊ ഞാൻ ഇന്നലെ ന്യൂസ് കാണുന്ന സമയത്ത് നടൻ വിനായകനെതിരെ കേസ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് കൊണ്ട് പറഞ്ഞു കേട്ടു. എന്താ വെച്ചാൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ സംഭവം അങ്ങനെയാണ് കേട്ടോ. പുള്ളിക്കാരൻ പിന്നെ അതാണ് എന്താ വെച്ചാൽ ഒരു വൈബും മെൻഷനാണ് കേട്ടോ. എന്തൊക്കെ എപ്പോൾ പ്രവർത്തിക്കുന്നു പറയാനേ പറ്റില്ല വിനായകൻ. അങ്ങനെയാണ് വിനായകൻ. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ആളെന്തോ വേറെ മൂഡിലാണ് തോന്നിപ്പോയി കേട്ടോ. എന്താ സംഭവിച്ചു, ചിലപ്പോൾ ആള് ഈവൻ മദ്യപിച്ചിട്ടുണ്ടാവാം, അത് പറയാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വഭാവത്തോടിട്ടതായിരിക്കാം, കാര്യമില്ല. എന്താ വെച്ചാൽ വിനായകൻ ഞാൻ പറഞ്ഞില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ ഡിഫറെന്റ് മനുഷ്യനാണ്. ഇപ്പം ബാക്കിയുള്ള നടന്മാരിലേക്ക് ബാക്കിയുള്ളവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ വിനായകൻ എന്ന് പറയുന്ന വ്യക്തി. സീരിയസ്ലി ഇല്ല, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ് മനുഷ്യൻ. പിന്നെ എന്താ വെച്ചാൽ റിയലിസ്റ്റിക് ആണ് ഇല്ലാട്ടോ. നമ്മൾ ബാക്കിയുള്ള ചിലപ്പോൾ നടന്മാരെ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇത് പുള്ളിക്കാരൻ്റെ അഭിനയം, റിയൽ ലൈഫായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല കൊണ്ട് നമുക്ക് തോന്നും. പക്ഷേ പുള്ളിക്കാരൻ റിയലാണ് ഞാൻ കണ്ടെടുത്തോളം. പക്ഷെ അതുകൊണ്ടാണെന്ന് അറിയില്ല പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവം സ്വമേധ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഫ്ലാറ്റിൽ ഇതുപോലെ കുടിച്ചിട്ട് പറഞ്ഞാൽ മദ്യപിച്ചിട്ട് ഇല്ലാട്ടല്ലോ. ഫ്ലാറ്റിൽ നിന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടവൽ മാത്രം എടുത്തിട്ട് ഓപ്പോസിറ്റ് ഫ്ലാറ്റ് കാരെ നോക്കി തെറി പറയും, അങ്ങനത്തെ കുറെ പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. എന്താണെന്നറിയില്ല, നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പൊ എന്തൊക്കെയോ പുള്ളിക്കാരൻ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ആളെ തിരുത്താൻ ശ്രമിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു. ഇപ്പൊ കേസ് എടുത്തു എന്ന പരാതി കൊടുത്തു, ഏത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തു എന്ന് പറയുന്നത് കേട്ടത്. അപ്പൊ കേസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടോ അറിയില്ല. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ് ഇട്ടാണ് ഞാൻ വരയില്ലത്. അപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നോക്കിയ സമയത്ത് എനിക്കും പെട്ടെന്ന് ചേട്ടാ എന്ത് കണ്ടിട്ടായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ഇട്ടുണ്ടാവുക, എന്തോ അറിയില്ല. ഒരു തെറ്റാർക്കാലും പറ്റുമല്ലോ. നമുക്ക് ആ രീതിയിൽ ക്ഷമിക്കാം, അതേ പറയാനുള്ളൂ.